നമസ്കാരം. അനിൽ പരുന്ന ഡ്രീം സോൺ ചാനലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഡ്രീം ഫുൾഫില്ലിങ്ങിൻ്റെ ഓരോ സ്റ്റെപ്പുകളായി നമ്മൾ പറഞ്ഞു വരുന്നു. നിങ്ങളുടെ ലക്ഷ്യം അഥവാ ആഗ്രഹം, ഡ്രീം എന്താണോ അത് കൃത്യമായി എഴുതി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും ആ ഡ്രീം എടുത്ത് വായിച്ചു നോക്കുകയും വേണം. ഇങ്ങനെ പറയുമ്പോൾ അത് വെറുതെ അലസമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ എടുത്ത് വായിച്ചാൽ പോരാ. അതിനൊക്കെ ഒരു കൃത്യനിഷ്ഠ വേണം. രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടനെ, അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഫഷൻ ആരംഭിക്കുന്നതിന് മുൻപ് അങ്ങനെ എന്തെങ്കിലും ഒരു കൃത്യമായ ഒരു വഴിയിൽ അത് ചെയ്തു പോകണം. അതാണ് നമ്മുടെ ഡ്രീം നിത്യവും ഓർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗം. ഇനി അടുത്ത അതിപ്രധാനമായ സ്റ്റെപ്പ് വിഷ്വലൈസേഷൻ ആണ്. നമ്മളുടെ ഡ്രീം യാഥാർത്ഥ്യമായി തീരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിഷ്വലൈസേഷൻ. മനസ്സിൽ കാണുക. നമുക്കറിയാം, കൊച്ചുകുട്ടികൾ പലപ്പോഴും ചെറിയ ഒരു മടല് ചെത്തിയെടുത്ത് ക്രിക്കറ്റ് ബാറ്റായി ഉപയോഗിച്ച് ചെറിയ റബ്ബർ പന്തും ഒക്കെ കൊണ്ട് ക്രിക്കറ്റ് കളിക്കും. വളരെ ആവേശപൂർവം പ്രശസ്തരായ കളിക്കാരുടെ പേരുകളൊക്കെ പറഞ്ഞ് അവര് പറമ്പുകളിലും വിജനമായ വഴിയോരങ്ങളിലുമൊക്കെ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അവരിൽ പല കുട്ടികളും ഭാവിയിൽ വലിയ താരങ്ങളായി തീർന്നിട്ടുമുണ്ട്. അഥവാ ഇന്ന് അറിയപ്പെടുന്ന പ്രശസ്ത ക്രിക്കറ്റ് താരങ്ങൾ പലരും വഴിയോരങ്ങളിൽ കളി ബാറ്റുകൊണ്ട് ക്രിക്കറ്റ് കളിച്ച് ശീലിച്ച് വളർന്നു വന്നവരാണ്. അവരുടെ ആ നിലയിലേക്കുള്ള ഉയർച്ചയ്ക്ക് പിന്നിൽ വിഷ്വലൈസേഷൻ എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവർ പോലും അറിയാതെ നടത്തപ്പെട്ടു പോന്നിരുന്ന വിഷ്വലൈസേഷൻ. ഒരു കാലത്ത് ഞാൻ ഒരു വലിയ ക്രിക്കറ്റ് കളിക്കാരനാകുന്നതും ആയിരക്കണക്കിന് കാണികളുടെ മുമ്പാകെ സ്റ്റേഡിയത്തിലെ ഹർഷാരവങ്ങൾക്ക് നടുവിൽ കാണികളെ വളരെ ആവേശം കൊള്ളിക്കുന്ന രീതിയിൽ ബാറ്റ് ചെയ്യുന്നതായോ ബൗൾ ചെയ്യുന്നതായോ ഒക്കെ ഇവർ മനക്കണ്ണിൽ കാണാറുണ്ടായിരുന്നിരിക്കണം. അങ്ങനെ താനൊരു വലിയ കളിക്കാരനായിട്ട് മനസ്സിൽ ദീർഘകാലം വിഷ്വലൈസ് ചെയ്ത് പോന്നവർ, അത് കളിയോടുള്ള അവരുടെ ഒരു ആവേശവും അവരുടെ പ്രായത്തിൻ്റെ ഒരാഹ്ലാദവുമായിരുന്നു ആ വിഷ്വലൈസേഷൻ. പക്ഷെ അത് അവരെ റിയാലിറ്റിയിൽ കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ ഭാവിയിൽ താൻ എന്തായി തീരണമെന്ന് എന്തൂസിയാസത്തോടുകൂടി വളരെ ആവേശഭരിതമായി ഒരു പാഷനോടുകൂടി ഒരു അതീവ ആകർഷണത്തോടുകൂടി മനസ്സിൽ എന്ത് കാഴ്ചകൾ കണ്ടുവോ, എന്ത് വിഷ്വലൈസ് ചെയ്തുവോ അതൊക്കെ പിൽക്കാലത്ത് യാഥാർത്ഥ്യമായി തീരാറുണ്ട് എന്നുള്ളതാണ് സത്യം. അത് ഉപബോധ മനസ്സിൽ നിന്ന് ആ വിഷ്വലുകൾ പ്രപഞ്ച മനസ്സിലേക്ക് പ്രസരണം ചെയ്യപ്പെട്ടതിൻ്റെ ഫലമാണ്. അതൊരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ സംഭവമാണ്. വിഷ്വലൈസ് ചെയ്യാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ അത് കൊച്ചുകുട്ടികൾക്ക് മാത്രം ബാധകമായ കാര്യമല്ല. ഏതു പ്രായത്തിലുള്ളവരും നന്നായി വിഷ്വലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. വിഷ്വലൈസേഷനാണ്
നമ്മൾ ഇനി എടുക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റെപ്പ്, അത് എങ്ങനെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നമസ്കാരം.